അന്ന് കൂട്ടിക്കൊണ്ടുപോയ രാഗിയുടെയും സാഗറിന്റെയും കയ്യിന്ന് ദേമോൾ എന്റെ കൈ തന്നെ വന്നു ചേർന്നു. മോളിപ്പോ എന്നോടൊപ്പാ താമസിക്കുന്നത്. ആ, വെരി ഗുഡ്. ഒടുവില് ദേമോള് വന്ദനാമ്മയുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നല്ലോ. അത് ആശ്വാസമായി. അന്ന് അവർ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴേ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയതാ. യഥാർത്ഥത്തിൽ എന്താ ദേമോളുടെ പ്രശ്നം? അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. അതൊരു വലിയ കഥയാ. പറഞ്ഞു തുടങ്ങിയ ഒരു മെഗാ സീരിയൽ എടുക്കാനുള്ള കഥയുണ്ട്. ആണോ? എങ്കിൽ കേക്കട്ടെ. എന്റെ ദേമോളെ രക്ഷിച്ച ആളല്ലേ, ഞാൻ പറയാം. അല്ല, എവിടുന്ന് തുടങ്ങണമെന്നാ? ആ, ഒരു ഫ്ലാഷ് ബാക്കിൽ തന്നെ ആയിക്കോട്ടെ. ആവാം, പക്ഷേ ചിലതൊക്കെ സസ്പെൻസാ. ഞാൻ എഡിറ്റ് ചെയ്യും. ഓ ശരി, പറഞ്ഞോളൂ. സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ദേ ഇങ്ങോട്ട് വന്നേ. എന്താ? ദേ കണ്ടോ? നോക്ക്, ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ ഫോൺ വിളിയല്ല. കൊറേ നേരമായി തുടങ്ങിയിട്ട്. അതിനെന്താ? അവനൊരു പൊതുപ്രവർത്തകനല്ലേ, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. അപ്പൊ ഫോൺ വിളിയും കൂടും. കഷ്ടം. ദേ മനുഷ്യ, അതൊരു പൊതുപ്രവർത്തകന്റെ ഫോൺ വിളിയൊന്നും അല്ല. പിന്നെ അതൊരു കാമുകന്റെ ഫോൺ വിളിയാ. ഓ, ആ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങളെ കണ്ടില്ലേ? നീ എന്തൊക്കെ വട്ടായി പറയുന്നത്? കാമുകന്റെ ഫോൺ വിളിയോ? ദേവിദ്യേ, വെറുതെ ഇല്ലാത്തതും കൊല്ലാത്തതെന്ന് പറയരുത്. ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറയുന്നത്. ദേ നോക്കിക്കേ, ജഗന്റെ ഫോൺ വിളിയുടെ മറുതലയ്ക്കൽ ഏതോ ഒരു പെണ്ണ. അതെനിക്ക് ഉറപ്പാ. നോക്ക്, സൂക്ഷിച്ചു നോക്ക്. കരുണാകരക്കുറുപ്പെന്ന അച്ഛന്റെ ലോകത്ത് നിന്ന് അവൻ പതിയെ മാറിക്കൊണ്ടിരിക്കുക. മാറണം. മാറി മാറി അങ്ങനെ. ജഗൻ അവിടെ ആരോടാ ഭാഗവത പാരായണം നടത്തുന്നത്? അറിയില്ല. ഏതായാലും ഇതൊന്നും അത്ര പന്തിയുള്ള ഏർപ്പാടൊന്നും അല്ല. നീ മറിഞ്ഞു നിന്ന് നോക്കി രസിക്കുന്നോ? അച്ഛമ്മേ, ഞാൻ കഴുത. കണ്ടില്ലേ, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഭവാനി അച്ചമ്മയ്ക്ക് വരെ മനസ്സിലായി സംഗതി വശപ്പിശ കാണുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കഷ്ടം. ഏട്ടാ, ജഗൻ ഏതോ ഒരു പെണ്ണുമായി പ്രണയത്തില, അതുറപ്പാ. ജഗന്റെ രീതികളൊക്കെ കാണുമ്പോ നീ പറയുന്നതിനും അല്പം കഴമ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല. ഒരാൾക്ക് ഒരാളോട് ഈ പ്രണയം തോന്നാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. മാറങ്ങോട്ട്.
കഥകളൊക്കെ കേട്ടിട്ട് ഇതൊരു സീരിയൽ കഥയല്ല, ഒരു സിനിമാ കഥ പോലെ എനിക്ക് തോന്നിയത്. അല്ലേലും അവരോടൊപ്പം പോവാൻ ദിയമോളൊന്നും മടിച്ചു നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്ന് ആ ഭിക്ഷക്കാരൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിരുന്നെങ്കിൽ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടേനെ. ദിയമോളെ രക്ഷിച്ചതിന്റെ നന്ദിയും കടപ്പാടും എനിക്ക് എന്നും നിങ്ങളോടുണ്ടാവും, എന്റെ അവസാന ശ്വാസം വരെ. അയ്യോ, അതിന്റെ ഒന്നും കാര്യമില്ല. ഒരു കുട്ടി ആപത്തിൽപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ അതിനെ സഹായിച്ചു. അത് അത്ര മഹത്തായ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പൊതുപ്രവർത്തകന്റെ കടമയല്ലേ ഇതൊക്കെ. നന്ദി പറയേണ്ടത് ദൈവത്തോടാ. ദൈവമാണല്ലോ ദിയമോളെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നിങ്ങൾക്കറിയോ, ഈ ജീവിതത്തിൽ നിന്നും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുട്ടിയാ എന്റെ ദിയമോള്. അവള് ദൈവം ഇപ്പൊ എന്റെ കൈ തന്നെ കൊണ്ടെത്തിച്ചു. ദൈവത്തെ മുറുക്കി പിടിച്ചോ. ദിയമോളുടെ അമ്മയ്ക്കൊപ്പം എന്നും ദൈവം കൂടെ കാണും, ഉറപ്പ്. പിന്നെ നിയമമൊക്കെ ഇനി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓഹോ, അപ്പോ ബാധ ഒഴിപ്പിക്കലുണ്ടോ? അതെ, ചില ഒഴിയാബാധകളെ ഒഴിപ്പിച്ചു വിടാറുണ്ട്. അത് എന്നെയാണോ ഉദ്ദേശിച്ചേ? അയ്യോ അല്ല, വേറെ ചില ഒഴിയാബാധകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദിയമോളെ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. ശരി, ഞാൻ ഫോൺ വയ്ക്കാം. ശരി എന്നാ, ഓക്കെ ബൈ. ഓക്കെ ബൈ. ജഗ, നീ ആരോടാ ഈ സംസാരിച്ചോണ്ടിരുന്നത്? കുറച്ചു നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്തോ ഒരു വശപ്പിച്ചതുപോലെ. അതാണോ കാര്യം? അതേ, ഏട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അന്നൊരു കുഞ്ഞിനെ ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചത്. ഓ, ആ, അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ? പിന്നെന്താ വീണ്ടും ഒരു വിളി, അതും ഇത്രയും നീണ്ട ഒരു സംസാരം? നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. ആ, ഒരു നന്ദി പറയാൻ ഇത്രയും സമയോ? അല്ല, ആ സ്ത്രീയുടെ ഭർത്താവിന് എന്താ ജോലി? ഭർത്താവില്ല. ഏതായാലും നന്ദിയും കടപ്പാടുമൊന്നും കൂടുതൽ ഏറ്റുവാങ്ങാൻ നിൽക്കണ്ട. ഏട്ടൻ ഇത് എന്ത് പറ്റി? നീ സംസാരിച്ചതേ കുറച്ച് ഓവറല്ലേ എന്നൊരു സംശയം. അതാ. ഓ, വല്ല പ്രേമത്തിലും കുടുങ്ങിയോ നീ? എനിക്കും വിദ്യയ്ക്കും ഇക്കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. ശിടാ, ഈ ഏട്ടന്റെ ഒരു കാര്യം കഷ്ടം തന്നെ. എടാ ജഗ, നിന്നടാ. ഒന്ന് പോയേട്ടാ. ചോദിക്കട്ടെടാ ഞാൻ. ജഗ, ഒന്ന് നിന്നേ. ദേ ചേട്ടാ, അനിയന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിന് നിരപരാധിയായ എന്റെ പേരും കൂടി വലിച്ചിടുന്ന എന്തിനാ? ഏട്ടത്തി, വെറുതെ ആർക്കും തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. എനിക്ക് പ്രത്യേകിച്ച് ഒരു പെണ്ണുമായിട്ടും ഒരു പ്രണയബന്ധവും ഇല്ല. കേട്ടില്ലേ വിദ്യ? ഇവന്റെ ഉള്ളില് പ്രണയവും അനുരാഗവും ഒന്നുമില്ല. നീ വെറുതെ ആടിനെ പുലിയാക്കരുതേ. സോറി ജഗ. സാരമില്ലേട്ടാ. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. ഊരോ പേരോ നാളോ ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെ. സമയമാവുമ്പോ ഞാൻ പറയാം. നീ എന്താ ഓർക്കുന്നത്? ഏയ്, ഒന്നുമില്ല. കേട്ടില്ലേ? അവനാടൊരു പാവമാ. അവന്റെ മനസ്സിലൊന്നുമില്ല. നീ വെറുതെ ഓരോന്നും അല്ലോ. കഷ്ടം, ഇതുപോലെ നട്ടിലില്ലാത്തൊരു ജീവിയായി പോയില്ലോ എന്റെ ഭർത്താവ്.
എങ്ങനെയെങ്കിലും പ്രേമത്തിൽ കുടുങ്ങി ജഗൻ പിടിവിട്ടു പോവും. അപ്പൊ ബിസിനസ് സാമ്രാജ്യം ഇങ്ങേര് മരിക്കുന്നൊക്കെ സ്വപ്നം കണ്ടത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമോ? വരുന്ന പോലെ വരട്ടെ. ദിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിന്റെ ദേഷ്യം നിന്റെ ആൺമക്കൾക്ക് ഇതുവരെ തീർന്നിട്ടില്ല. മാധവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്ന് അവര് തൽക്കാലം ഒതുങ്ങിയിരിക്കുന്നേ ഉള്ളൂ. ശരിയാ, പൂക്കുല കൊടുത്ത ഉറഞ്ഞാടുന്ന പരുവത്തിലാ ഇപ്പോഴും ഇക്കാര്യത്തിൽ പ്രകാശേട്ടൻ. ദിയമോളെ കൂട്ടിക്കൊണ്ടുവന്നത് ഒട്ടും പിടിച്ചിട്ടില്ല. ദിയമോൾക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്നും കാൽ കാശുപോലും വാങ്ങാതല്ലേ വന്ദന ദിയമോളെ മാത്രം മതിയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നാ പ്രകാശേട്ടൻ പറയുന്നത്. ദിയമോള് പാവം കുഞ്ഞ്. ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം കണക്കുകൂട്ടി നോക്കുമ്പോ അവൻ പറയുന്നത് തീർത്തും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ച് ഞാൻ പ്രകാശിന്റെ പക്ഷം ചേരാനൊന്നും പോകുന്നില്ല. ദിയമോൾ ഇവിടെ വളരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യ. പക്ഷേ എന്റെ വന്ദനമോളുടെ ഭാവി, അതിന് ഈ കുഞ്ഞ് ഒരു തടസ്സാവില്ലേ എന്നുള്ളൊരാധി എന്റെ നെഞ്ചിലുണ്ട്. ഞാനൊരമ്മയല്ലേ. എന്താ അമ്മ ഇങ്ങനെ? അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കുന്നേ? അതങ്ങനെയാ മോളെ. അമ്മമാര് കാട് കയറി ചിന്തിച്ചെന്ന് വരും. പെറ്റവയറിന്റെ വേദന പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവൂല. ഇവിടെ ശങ്കുപൊട്ടിയാ പറഞ്ഞത്. അമ്മേ, ചന്ദ്രിക വിക്രം വരുന്നു. കണ്ണു തുടക്കെ. കണ്ണീര് തുടക്കി കല്യാണം നടക്കാൻ പോകുന്ന വീടാ. മോനെ, എന്റെ വരവ് എപ്പോഴും സർപ്രൈസ് ആയിരിക്കണം. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് കയറിയത്. അല്ല, ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? സ്വന്തം വീട്ടിലേക്ക് വന്നു കയറുന്നതിന് മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? മോൻ ഈ വീട്ടിലെ ഒരു അംഗമാ. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും വേണ്ട. ഇരിക്കെ മോൻ, ഇരിക്കെ. ഞാൻ ചായ എടുത്തിട്ട് വരാം. അമ്മ ചായ ഞാൻ എടുക്കാം. ഏയ്, ചായ ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. അധികം നിൽക്കാൻ നേരമില്ല, ഇന്ന് ഒത്തിരി തിരക്കുണ്ടേ. ഇതാര്? വിക്രോ? ഇരിക്കെ. അച്ഛനിവിടെ ഇല്ല. ഞാൻ വിളിച്ചിരുന്നു, യാത്രയിലാണെന്ന് പറഞ്ഞു. സംസാരത്തിനിടയിൽ മൊബൈൽ സിഗ്നൽ അങ്ങ് പോയി. അവൻ രാമേശ്വരത്ത് പോയതാ മോനെ. ഓ, രാമേശ്വര ക്ഷേത്രത്തിലെ ചില പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തണമായിരുന്നു. ഞങ്ങളെല്ലാരും കൂടി പോകാനിരുന്നതാ. അപ്പോഴേക്കും എന്റെ കാലിന് നീരങ്ങ് വെച്ചു. ഓ. മാത്രമല്ല 2 ദിവസം അവിടെ തങ്ങുകയും വേണമല്ലോ. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, കല്യാണക്കാട് കിട്ടി. ആദ്യത്തെ കാർഡ് ഇവിടെ തരാൻ വന്നതാ. ഓ, അങ്ങനെ എന്റെ വിവാഹ ക്ഷണക്കത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ. അമ്മേ, ഇങ്ങനൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് നമ്മളും ക്ഷണക്കത്ത് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അച്ഛമ്മയുടെ കൈകൊണ്ട് ആദ്യ കോപ്പി വിക്രമിന് കൊടുത്തേക്കാം. അത് വേണം. ഞാൻ പോയി കത്തെടുത്തിട്ട് വരാം. ശരി. എനിക്ക് ക്ഷണക്കത്തടിക്കലിന്റെ ഫോർമാലിറ്റി രീതികളൊന്നും അറിയില്ല. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പറയണം, തിരുത്താം. എന്താ മുത്തശ്ശി? അമ്മേ, എന്റെ ഭഗവാനെ.
ഇംഗ്ലീഷാ. നിങ്ങൾ വായിക്കേ. അടിപൊളിയാണല്ലോ. കത്ത് നന്നായിട്ടുണ്ട്, സൂപ്പർ. താങ്ക് യു. അമ്മയൊന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിയിട്ട് ഇതില് ഒരു കുറ്റവും കുറവും കാണുന്നില്ല. നന്നായിട്ടുണ്ട്. എനിക്ക് 100 വട്ടം ബോധിച്ചു. അമ്മേ, മോളെ അത് അമ്മയുടെ കൈ കൊടുത്തേക്ക്. ഇത് ഞങ്ങളുടെ കുഞ്ഞിന്റെ കല്യാണ കത്ത്. തന്നോളൂ. ഓഹോ, അപ്പോ അതിനിടയ്ക്ക് മുത്തശ്ശി മറുകണ്ടം ചാടിയോ? നിങ്ങൾക്ക് കത്തിൽ വെക്കാൻ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ കുറെ പേരുണ്ട്. എനിക്കങ്ങനെ പേരെടുത്ത് പറയാൻ ആരുമില്ല. അതുകൊണ്ട് എന്റെ കത്തിൽ ആ ഭാഗം ശരിക്കും ഒഴിഞ്ഞു കിടക്കുക. മോനെ ഇത് ദിയമോള്. അറിയാമേ, വർഷ ദിയമോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹായ് ദിയമോളെ. ഹായ് അങ്കിൾ. ഞാനും ദിയമോളും ഒരേ തൂവൽ പക്ഷികളാ. ആരുമില്ലാത്ത ദിയമോൾക്ക് ഈ കുടുംബത്തിലേക്ക് വന്നപ്പോ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ആയില്ലേ. എന്റെ കാര്യം അതുപോലെ തന്നെ. വന്ദനമ്മേ, എനിക്കൊരു സംശയം. എന്താ അത്? വർഷാന്റി കല്യാണം കഴിക്കാൻ പോകുന്ന ഈ അങ്കിളിനെ ദിയമ്മൾ അങ്കിളെന്ന് വിളിക്കണോ അതോ കൊച്ചാന്ന് വിളിക്കണോ? ആള് കൊള്ളാലോ. മോള് കൊച്ചാന്ന് വിളിച്ചാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. അല്ല, വിനുവേട്ടൻ അവിടെ? അവൻ മാർക്കറ്റിൽ പോയതാ. ഓ, വിനുവേട്ടൻ അടുത്ത തവണ വരുമ്പോ കാണാം. മോളെ, അധികം വാശി പിടിച്ച് വന്ദനാമ്മയെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇല്ല കൊച്ചാ. ഓക്കെ. അച്ഛമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അമ്മേ, വർഷം എങ്ങോട്ടാ? കോളേജിലേക്കാ. പക്ഷേ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. അല്ല, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ട് കൊച്ചാ. ഏ? കല്യാണത്തിന് മുമ്പ് ഇതൊന്നും അത്ര ശരിയല്ല. ആ? എന്റെ ദൈവമേ, എന്റെ പ്രായത്തിലുള്ളവര് പറയാനുള്ളതാ ഈ കൊച്ചു കാന്താരി പറഞ്ഞത്. കാലത്തിന്റെ ഒരു പോക്കേ. എന്റെ കൃഷ്ണ, ഒരു ആയിരപ്പ. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ടോ. കോളേജ് സമയം താമസിപ്പിക്കണ്ട. വിക്രമിന്റെ കൂടെ പോകാൻ കൃത്യസമയം നോക്കി ഓടിച്ചാടി വന്നതല്ലേ ഇവള്. അച്ഛമ്മേ. ആ, അച്ഛമ്മ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ചെല്ലു മോനെ. പോയിട്ട് വരാം. പോ. ഇടി കൊച്ചു കാന്താരി. അയ്യോ, ഞാനിവിടെ നിരിക്കട്ടെ. എന്റെ അമ്മ, എന്റെ കൃഷ്ണ, ഒരു ആയിരപ്പ ഭഗവാനെ. മോളെ, ഇവിടെ ഇരുന്നു. വന്ദനാമേ, വർഷാന്റിയുടെ കല്യാണത്തിന് എന്റെ അച്ഛനും അച്ഛമ്മേ വരില്ലേ വന്ദനാമേ? മോളെ,
അവര് അച്ഛനും അച്ഛമ്മ എന്നെ കാണാൻ വന്നിട്ട് ഒത്തിരി നാളായി. അവരെവിടെയാ? അച്ഛമ്മയെ അച്ഛനെയും ദിയമോൾക്ക് കാണാൻ കൊതിയാവുന്നു. എന്തായാലും അച്ഛനെ കല്യാണം അറിയിക്കണം വന്ദനമ്മേ. വിളിച്ച അച്ഛമ്മയും കൂട്ടി അച്ഛൻ കല്യാണത്തിന് എത്തും. കൊള്ളാം, ഇത് നല്ല കൂത്ത്. ചത്തുപോയ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി കല്യാണം നടത്താൻ ഇത് സ്വർഗത്തിൽ വെച്ചൊന്നല്ല. എന്താ അങ്കിളെ പറഞ്ഞത്? എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ മരിച്ചോ എന്നോ? ശരിയാണോ വന്ദനമ്മേ? എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ മരിച്ചോ എന്നോ?